പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജോയ്സ് ടി വിയിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് പിന്നെയും ഇതിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവത്തിൻ്റെ ദാസിയാണ് കടന്നു വരുന്നത്. ഒരു ഡോക്ടറാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഇപ്പോഴും അനേക രോഗികളെ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിലൂടെ രോഗചികിത്സകളൊക്കെ നടത്തുകയും ചെയ്യുന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ഡോക്ടറാണ്. ആ ഡോക്ടറെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഒരു വലിയ ടെസ്റ്റ് മണിയുണ്ട്. അത് നാമുമായി ഷെയർ ചെയ്യുവാനാണ് ഡോക്ടർ നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ആ പ്രിയ ദൈവത്തിൻ്റെ ദാസിയ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഡോക്ടറെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. ദൈവത്തിൻ്റെ ഓരോ പദ്ധതികൾ ലോകസ്ഥാപനത്തിന് മുന്നമേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ടെങ്കിലും ഡോക്ടറെയും കർത്താവ് കണ്ടു, നമ്മെ ഓരോരുത്തരെയും കർത്താവ് കണ്ടു. ഓക്കെ. ഡോക്ടർ സാക്ഷ്യത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഓക്കെ. ഡോക്ടറെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം പരിശുദ്ധ കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വിചാരങ്ങൾ വളരെ വലുതാണ്. സ്തോത്രം. അവയെ എണ്ണിയാൽ മണലിനേക്കാൾ അധികമാണ് കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ കരുണ, അങ്ങയുടെ ദയ ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം. അപ്പാ, ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് നടത്തിയ വിധങ്ങൾ, അങ്ങ് വിടുവിച്ച വിധങ്ങളൊക്കെ കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. എന്ന് പറയുവാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാസിയുടെ നാവിന്മേൽ കൊടുത്താട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടട്ടെ, ഉയരപ്പെടട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഡോക്ടറെ, താങ്ക് യു. അപ്പോൾ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്? പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയായിട്ട്. അതെ, ഞാനിപ്പം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ സന്ദീപ് ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. അതുപോലെ 3 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഇരട്ട കുട്ടികൾ. അവര് 11 വയസ്സുണ്ട്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതുപോലെ ഇളയൊരു മോള് 7 വയസ്സുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ പേരൻസും എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള അവസരം ഞാൻ ഡോക്ടർ നൽകി തരികയാണ്. ടെസ്റ്റ് മണി പറയാനായിട്ട് ഡോക്ടറിനത് ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഡോക്ടർ. അപ്പം ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കേരളത്തിലല്ല ജനിച്ചതും വളർന്നതും. നോർത്ത് ഇന്ത്യയിലെ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. അവിടെ എൻ്റെ പേരൻസ് അവിടെ ജോലി ചെയ്യുമായിരുന്നു. എൻ്റെ പപ്പ അവിടെ ഭിലായ് സ്റ്റീൽ പ്ലാന്റിലായിരുന്നു. മമ്മി പിള്ളേരെ പഠിപ്പിക്കുന്ന LKG UKG ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. എനിക്ക് 2 എൽഡർ ബ്രദേഴ്സ് ഉണ്ട്. അപ്പം അവിടെ ആയിരുന്നു ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം. 12ാം ക്ലാസ് വരെ അവിടെ ആയിരുന്നു ഞാൻ. അപ്പം ചെറുപ്പം മുതലേ എൻ്റെ ഡോക്ടർ ഈ പേരൻസ് ഒക്കെ മലയാളികളാണല്ലോ. അപ്പം കേരളത്തിൽ അതെ, അവര് മലയാളികളാ. പപ്പ ജോലി അന്വേഷിച്ച് അവിടെ പോയാണ്. അങ്ങനെ അവിടെ ജോലിക്ക് കയറി. അതിന് ശേഷം മമ്മിയെ കല്യാണം കഴിച്ചു. അങ്ങനെ അവർ 2 പേരും മലയാളീസ് തന്നെ. ഞങ്ങള് ഫാമിലി ആയിട്ട് കേരളീസ് തന്നെ. നാട്ടിലെ എൻ്റെ വീട് നൂറിനാട്, ഉളവക്കാട് എന്ന് പറയും. ഉളവക്കാട് എല്ലാവർക്കും അറിയത്തില്ലായിരുന്നു. നൂറിനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ്. അപ്പം അവിടെ ഞാൻ കുഞ്ഞുനാളില് മുതലേ ഭയങ്കര ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. അതുപോലെ പേരൻസിനെ ഒബേ ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും എനിക്ക് മറ്റുള്ളവരുടെ മനുഷ്യരുടെ മുമ്പിൽ എപ്പോഴും ഒരു നല്ല ആളായിട്ട്, എല്ലാ കാര്യത്തിലും അതിൽ ഒരു ടോപ്പറായിട്ട് തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളായിരുന്നു. അങ്ങനെ അതിൽ തന്നെ എനിക്കൊരു എന്നിൽ തന്നെ ഒരു തൃപ്തി ഉണ്ടായിരുന്നു. അതായത് ഞാൻ എല്ലാം ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാനെല്ലാം നല്ലതായിട്ട് ചെയ്യുന്നു. അങ്ങനെ സ്വയത്തിലൊരു അങ്ങനെ പ്രശംസയുള്ള ഒരാളായിരുന്നു ചെറുപ്പം മുതലേ. അങ്ങനെ എന്നാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പപ്പ എപ്പോഴും ഇങ്ങനെ അവര് എസ്പെഷ്യലി നമ്മുടെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ അവര് ഒത്തിരി ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാനും ഒക്കെ അവർ പറയും.
അങ്ങനെ എപ്പോഴും ആ ഒരു എന്താ പറയുന്നത്, ദൈവത്തോട് എന്താ ആഗ്രഹങ്ങൾ അതെല്ലാം പറയണം, അപ്പൊ ദൈവം അതെല്ലാം സാധിച്ചു തരും, അങ്ങനെയൊക്കെ ഒരു ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അങ്ങനെ ഞാനും അതെല്ലാം കേൾക്കും. അപ്പം അവരും ഈ വിഗ്രഹങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ വണങ്ങാൻ പറയുമ്പോൾ നമ്മളതെല്ലാം കൊച്ചുനാളി മുതലേ അവരെ അനുസരിച്ച് അതെല്ലാം അതുപോലെ ചെയ്യും. ഈവൻ എൻ്റെ ബ്രദേഴ്സിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഞാനായിരിക്കും എൻ്റെ ഫാദറിന്റെ കൂടെ ഇരുന്ന് ഈ നാമം ജപിക്കുകയും അങ്ങനത്തെ പല പല ദൈവങ്ങളെ വിളിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു ചെറുപ്പം മുതലേ. അങ്ങനെ എന്നാലും എനിക്ക് എപ്പോഴും ദൈവമായിട്ടൊരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ട്, പക്ഷേ ദൈവം എന്താ എന്നോട് ഇങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊത്തിരി സന്തോഷമായിരുന്നു. കാരണം ദൈവത്തിന് എന്നോട് ഇങ്ങോട്ട് പല കാര്യങ്ങളും പറയാൻ പറ്റും. ഞാനിത് പലതും അങ്ങോട്ട് പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് ഈ ഫോട്ടോയെ മാത്രമേ കാണുന്നുള്ളൂ. ഈ ആരും അവര് ആ ദൈവങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കണ്ണുണ്ട് പക്ഷെ കാണുന്നില്ല, ഇല്ലാത്തതുപോലെ കാണുന്നില്ല, കാതുണ്ട് കേൾക്കുന്നില്ല, അതുപോലെ സംസാരിക്കാനും പറ്റുന്നില്ല. അപ്പൊ എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ചെറുപ്പം മുതല്. അതുപോലെ പല ജാതകത്തിലെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മള് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാകുമ്പോൾ ജാതകമൊക്കെ എഴുതിക്കുക ഒക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും ദൈവം കേൾക്കുന്നില്ല, ഞാൻ ഇത്ര ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന അതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ദൈവത്തിന് ജാതകത്തിലെ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ടുള്ള ശക്തിയൊന്നും ഇല്ലയോ എന്നിങ്ങനെ ഞാൻ ചിന്തിക്കുമായിരുന്നു. അതുപോലെ എനിക്ക് എപ്പോഴും ഒരു ശൂന്യത ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പല കാര്യങ്ങളും ഞാൻ നേടാനായിട്ട് ഇങ്ങനെ ഉള്ള ഓട്ടപ്പാച്ചിലായിരുന്നെങ്കിൽ പോലും എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ശൂന്യതയും ഒരു ദൈവം. ഡോക്ടറെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷം അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? അവരിങ്ങനെ പല പല രജ്ജുദോഷം അല്ല ചൊവ്വാദോഷം എന്നൊക്കെ പറയും. പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് എന്തൊക്കെയോ നമുക്ക് അവരുടെ ലാംഗ്വേജ് ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയത്തില്ല, പക്ഷെ എന്നാലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുപോലെ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ 12th കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും മീൻസ് അതും ഏറ്റവും നല്ലതായിട്ട് പഠിച്ച ഡോക്ടർ ആകുമ്പം പിന്നെ വീണ്ടും ആൾക്കാർ ഒത്തിരി നമ്മളെ റെസ്പെക്ട് ചെയ്യുമല്ലോ. അങ്ങനത്തെ അവിടെയും നമുക്ക് നമ്മളിൽ തന്നെ മറ്റുള്ളവർ നമ്മളെ എന്തോ ബഹുമാനിക്കണം അങ്ങനത്തെ ഒരു ചിന്തയോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ പിന്നെ കേരളത്തിൽ വന്നു. അവിടെ അതായത് 12ന് ശേഷം നമ്മൾ എൻട്രൻസ് എഴുതുമല്ലോ. അപ്പൊ എൻട്രൻസ് എഴുതാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്തു. അപ്പൊ എൻ്റെ ബ്രദറിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ച. മൂത്ത ബ്രദർ അന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് BSNL വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ബ്രദറിന്റെ കൂടെ താമസിച്ചിട്ട് ഞാൻ എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോഴും വീണ്ടും ഇതേപോലെ ഭയങ്കര ഹാർഡ് വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തുടർന്നും ചിലപ്പോൾ ഇങ്ങനെ ഉളച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ മീൻസ് നമുക്ക് നമ്മൾ കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഓർഫൻ സിൻഡ്രോം എന്ന് പറയുമല്ലോ, നമ്മൾ അനാഥരെ പോലെ മീൻസ് നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്താലേ എന്തെങ്കിലും ഒക്കെ കിട്ടതില്ലേ, നമുക്കാരും ദൈവം ഉണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉളച്ചു അങ്ങനെയൊക്കെ ഒരു ജീവിതമായിരുന്നു. പിന്നെ അങ്ങനെ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും കർത്താവിനെ അറിയണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു നുറുക്കം ഉണ്ടാവണം. അതിനുവേണ്ടി ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു നുറുക്കം അനുവദിച്ചെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു എൻ്റെ എൽഡർ ബ്രദർ അവിടെ ട്രിവാൻഡ്രത്താണ്. പുള്ളി അപ്പോഴത്തേക്ക് കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ അവരുടെ ഫാമിലീസിലും ഡോക്ടേഴ്സായിട്ടൊക്കെ കിട്ടിയവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവിടെ അവരുമായിട്ടൊക്കെ ഉള്ളൊരു ഫെലോഷിപ്പിലും അങ്ങനെ അവരുടെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് അങ്ങ് ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടുവാണെങ്കിൽ അങ്ങ് തുടരും. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടില് റാങ്ക് കുറച്ച് താഴോട്ട് വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല, അവിടെയാണ് എനിക്ക് MBBS സീറ്റ് കിട്ടിയത്. എന്നാൽ അത് ദൈവത്തിന്റെ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നെന്ന്
ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. കാരണം വീട്ടിലെ അവിടെ ചേട്ടനോടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ മീൻസ് കർത്താവിനെ അറിയത്തില്ലായിരുന്നു. പിന്നീട് ഇവിടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വന്നു. അവിടെ ആക്ച്വലി അവിടെ ഇതുപോലെ തന്നെ എനിക്കങ്ങനെ മറ്റ് ബാക്കിയുള്ളവരുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഉള്ള പഠിത്തവും പിന്നെ പിന്നെ ദൈവമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു ആളായിരുന്നു. ഫ്രണ്ട്സൊക്കെ പലരും സീനിയേഴ്സുമായിട്ടൊക്കെ പോവുകയും പിന്നെ അവർ തമ്മിൽ ഭയങ്കര എല്ലാവരും ഒക്കെ ഇങ്ങനെ ചാറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമെങ്കിൽ പോലും എനിക്ക് അതിനകത്തൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ അവിടെ എനിക്കൊരു ശൂന്യതയും അതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ എനിക്ക് തുടർന്നാൽ പറ്റത്തില്ല. ഈ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ അതുപോലെ സീരിയസ് ആയിട്ട് ഒരു കോഴ്സ്. അപ്പൊ ദൈവത്തിന്റെ ഒരു ഹെൽപ്പ് ഇല്ലാതെ എന്തായാലും എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ആ ഒരു ശൂന്യതയൊക്കെ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ റൂംമേറ്റ് ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ പുള്ളിക്കാരിയുടെ ടേബിളിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എപ്പോൾ റൂമിൽ നിന്ന് പുറത്തു പോയാലും ഞാൻ റൂം അടച്ച് ഇട്ട് പുള്ളിക്കാരിയുടെ ബൈബിൾ ഇങ്ങനെ വായിക്കുമായിരുന്നു. അതായത് ആക്ച്വലി ഇങ്ങനെ നമ്മളിപ്പം ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ഇതാവുമ്പം അവര് ഇങ്ങനെ ആരെ കണ്ടാലും മീൻസ് അവർ പ്രാർത്ഥിക്കും. അതുപോലെ ജീസസും യേശുവും ദൈവമാണ്. അവരിങ്ങനെ അതും ദൈവമാണ് ഇതും ദൈവം അങ്ങനെ പറയുന്നവരാണല്ലോ. അപ്പം നമ്മള് ബൈബിള് യേശുവിന്റെ വചനങ്ങളാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ ന്യൂ ടെസ്റ്റ്മെന്റിലെ യേശു എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് അതൊക്കെ നോക്കാനായിട്ട് ഞാൻ ബൈബിള് തുറന്നു. അപ്പൊ തന്നെ അതിനകത്ത് മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ ഗോസ്പൽസ് ഒക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ അതെല്ലാം എടുത്ത് വെച്ച് വായിക്കുകയും അതിനകത്ത് അതായത് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അതുപോലെ ഒരുപാട് വാക്യങ്ങൾ, അതായത് ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അതുപോലെ എൻ്റെ പാപങ്ങൾക്കായിട്ട് കർത്താവ് ക്രൂശിൽ മരിച്ച, അങ്ങനെ കർത്താവ് എനിക്ക് ആ ഒരു ദൈവമായിട്ടുള്ള ഒരു ഗ്യാപ്പ്, ആ ഒരു ബ്രിഡ്ജായിട്ട് കർത്താവാണ് അവിടെ ഉള്ളത്. അത്ര നാൾ വരെ എനിക്ക് ദൈവമായിട്ട് എനിക്ക് ഒരു ഇതില്ലല്ലോ എന്നുള്ള ഫീലിംഗ്. പക്ഷെ അന്ന് അത് വായിച്ചതിന് ശേഷം ശരിക്കും നമുക്ക് കർത്താവ് അതിനായിട്ട് ആ ഭൂമിയിൽ വന്നത് ഞാനും ദൈവമായിട്ടൊരു ഗ്യാപ്പ് അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനും, അങ്ങനെ ഒരാളുണ്ട് നമുക്ക് അത് ദൈവത്തിലേക്ക് എത്താനായിട്ട് കർത്താവുണ്ട്. അത് ശരിക്കും എനിക്ക് ഒത്തിരി റിലീഫായിരുന്നു. എൻ്റെ ഹൃദയത്തിലെ ആ ഒരു ശൂന്യതയും അതുപോലെ ആ ഒരു എനിക്ക് ദൈവം ഒരു ഫ്രണ്ടായിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമമല്ല അന്നേരം മാറി. അതായത് കർത്താവുണ്ട്, കർത്താവ് അങ്ങനെ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നമ്മുടെ കൂടെ വന്ന് ഗോഡ് വിത്ത് അസ് എന്ന് പറഞ്ഞ് നമ്മുടെ മധ്യേ വരുന്ന ദൈവ, അങ്ങനെ നമ്മുടെ കൈപിടിച്ച് നടത്തുന്ന ഒരാളാണ്. അതൊക്കെ എനിക്ക് ഒത്തിരി എൻകറേജിങ് ആയിരുന്നു. അങ്ങനെ ആദ്യത്തെ ആ ഒരു കർത്താവായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിന്റെ തുടക്കം എന്നാണ്. അതിനുശേഷം അതൊരു പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അപ്പൊ അവിടെ ഈവനിങ്ങിൽ ഇങ്ങനെ പ്രെയറിനൊക്കെ നൺ സിസ്റ്റേഴ്സ് ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അവരിങ്ങനെ എല്ലാ സ്റ്റുഡൻസും പ്രെയറിന് ഒരു ½ ഉണ്ട്, അപ്പൊ അതിന് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറയും. അപ്പൊ ഞാനും അവരുടെ കൂടെ, അപ്പൊ അവിടെ നിന്ന് ഒത്തിരി ക്രിസ്ത്യൻ സോങ്സും ഒക്കെ എനിക്ക് കേൾക്കാനായിട്ടിടയായി. എനിക്കും ഒത്തിരി ഇഷ്ടമാണ് പണ്ട് മുതലേ പാട്ട് പാടുന്നത്. അങ്ങനെ ക്രിസ്ത്യൻ സോങ്സ് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരിയും അത് പാടുകയും, പിന്നെ ഇവിടെ ആദ്യം വേറെ പലരുമായിരിക്കും ചിലപ്പോൾ നൺ സിസ്റ്റേഴ്സ് തന്നെ ആയിരിക്കും പാട്ട് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് ഞാൻ തന്നെ പാട്ട് ലീഡ് ചെയ്യാനും ഒക്കെ ഞാൻ പാട്ടുകളൊക്കെ എടുത്ത് പാടാനും ഇപ്പോഴും ഓർമ്മയുണ്ട്. ആശ്വാസത്തിന് ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, ആ ഒരു പാട്ട്. അതൊക്കെ എനിക്ക് ഒത്തിരി എനിക്ക് എൻകറേജിങ് ആയിരുന്നു ആ ഒരു ടൈമിൽ. അതുപോലെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാൻ ആക്ച്വലി എൻ്റെ റൂംമേറ്റ്സ് വേറെ റൂംമേറ്റ് അല്ല, എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ ബാച്ചിൽ തന്നെ ഒരു 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പം വിശ്വാസത്തിൽ തന്നെയാണ്. അപ്പൊ ആ സമയത്ത് അവർക്കും ഇങ്ങനെ അവരുടെ ജീവിതത്തിലും അവരൊരു നീഡിലേക്ക് വരികയും അവരും അവിടെ ആക്ച്വലി മെഡിക്കൽ സ്റ്റുഡൻസിന് ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് എന്നും പറഞ്ഞ് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, CMF എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവര് ഞാൻ ആക്ച്വലി ഒരു ദിവസം ഈ ഒരു പ്രെയർ ഒക്കെ കഴിഞ്ഞ്
ഞാൻ റൂമിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഒരു കുറച്ച് സിസ്റ്റേഴ്സ് ഇങ്ങനെ, അതായത് എൻ്റെ ഈ ഈ നമ്മുടെ ബാച്ച്മേറ്റ്സ് ഇങ്ങനെ ഇരുന്ന് ബൈബിളിലെ വാക്യങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് ബൈബിള് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, അപ്പൊ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന്. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ആ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരാളിങ്ങനെ വന്നു. അങ്ങനെ അവരും എന്നെ എന്താ പറയുന്നത്, എന്നോട് പറഞ്ഞു. അപ്പം എന്നാ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പിന്റെ മീറ്റിംഗ്സിനായിട്ട് തന്നെ അവിടെ വിളിച്ചുകൊണ്ട് പോകും. ആഴ്ചയിൽ ഒരിക്കലേ കാണത്തുള്ളൂ. അപ്പം അപ്പൊ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ അവിടെ വെച്ചാണ് ശരിക്കും എൻ്റെ ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ബീനാമ്മയുടെ വലിയൊരു അവിടെ എൻ്റെ സീനിയറായിട്ട് ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത്. ആ ഒരു മാഡത്തിനെ പരിചയപ്പെടുത്തുന്നത്, എൻ്റെ ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പരിചയപ്പെടുത്തുന്നത്. ആ മാഡം ശരിക്കും ഒരു ഇവാഞ്ചലിസ്റ്റിക് ഹാർട്ടുള്ള മാഡം. അപ്പൊ ആ മാഡമാണ് ഇതുപോലെ കർത്താവ് നമുക്കായിട്ട് എന്തെല്ലാം പാടുകൾ സഹിച്ചു. അതുകൊണ്ട് ഇനി നമ്മളുടെ ആ ഒരു പഴയ ജീവിതം അല്ല, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് തുടങ്ങേണ്ട ഒരു ജീവിതമാണ്. അതുപോലെ ചർച്ചിൽ പോകുന്ന കാര്യമൊക്കെ ബീന മേഡമാണ് എന്നെ കൂടുതൽ എൻകറേജ് ചെയ്തത്. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾക്ക് 5 പേർക്കും, ഞാനും എൻ്റെ 4 ഫ്രണ്ട്സ് ഷൈനി, നിസി, മെറിൻ, കൃപ, അവർക്ക് എല്ലാവർക്കും ഒരു സ്പിരിച്വൽ മദറിനെ പോലെ ആയിരുന്നു ഡോക്ടർ ബീന. അപ്പം ഞങ്ങളെ എല്ലാവരും ഇങ്ങനെ പല മീറ്റിങ്സിലൊക്കെ കൊണ്ടുപോവുകയും ഞങ്ങളെ ഒത്തിരി സ്പിരിച്വലി ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയൊക്കെ ആയിരുന്നു ആ മാഡം. അങ്ങനെ പിന്നീട് എൻ്റെ ഈ മീറ്റിങ്സ് CMFന് തന്നെ സീനിയേഴ്സൊക്കെ കാണും. അപ്പോൾ അവിടുത്തെ ഒരു സീനിയറായിട്ടുള്ള എൻ്റെ ഒരു ബ്രദറാണ് ആ മീറ്റിങ്ങിൽ തന്നെ ഉണ്ടായിരുന്ന. അദ്ദേഹമാണ് അവിടെ അടുത്തൊരു ചർച്ചുണ്ട്, ചർച്ചിലെ നമ്മുടെ ഇതുപോലെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അപ്പം ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ സന്തോഷം. അപ്പം അങ്ങനത്തെ അവരെയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ആ സഭയിലൊക്കെ പോവുകയും, ഇങ്ങനെ സഭയിൽ പോകുമ്പോൾ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുന്ന പോലെ അല്ലല്ലോ, ഡിഫറെന്റ് ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ. നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ കണ്ണടച്ച് ആരെയോ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അവര്. പക്ഷെ ഇവിടുത്തെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ്. അവര് അവരുടെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെ അവരുടെ കൂടെ കൂട്ടുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒത്തിരി സ്നേഹം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ തിരുവല്ലയിലെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ ചർച്ചിൽ തന്നെയാണ്. അവിടെ പുതിയതായിട്ടായിരുന്നു അവിടെ തുടങ്ങിയത് ആ സമയത്ത്. അങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്യുകയും പിന്നീട് ബാപ്റ്റിസത്തിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും 2008 ഞാൻ 2005 പുഷ്പേരി മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. 2008 ഞാൻ ബാപ്റ്റിസം ഒക്കെ എടുക്കുകയും പിന്നീട് ബാപ്റ്റിസം എടുത്തതിന് ശേഷം ആ ഒരു പഴയ ആളെ അല്ല, മീൻസ് അത് കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ട് കർത്താവിനായിട്ട് ജീവിക്കാനും, അതുപോലെ പണ്ടൊക്കെ ആദ്യം തുടക്കത്തിലൊക്കെ നമുക്ക് ഒരു ചെറിയൊരു നമുക്ക് ഒരു മടി ഒക്കെ, ഈ കർത്താവിനെ ഫോളോ ചെയ്താൽ എന്തെങ്കിലും എതിർപ്പൊക്കെ, ഇപ്പൊ പേരൻസിന്റെ ഒക്കെ അടുത്തു നിന്നൊക്കെ എതിർപ്പൊക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനും അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബാപ്റ്റിസത്തിനുള്ള തീരുമാനം, അതിന് ഉള്ള ധൈര്യവും കർത്താവ് തന്നെ തന്ന, പരിശുദ്ധാത്മാവ് അത് തന്നെയാണ് ഒരു ധൈര്യവും ഉറപ്പും ഒക്കെ തന്നെ. അതിനുശേഷം ബാപ്റ്റിസം എടുക്കാനായിട്ടുള്ള ധൈര്യം ദൈവം തന്നു. അതിനുശേഷം ഒത്തിരി നമുക്ക് പഴയതുപോലെ അല്ല കർത്താവിൻ, പിന്നെ എന്തെല്ലാം പ്രശ്നം വന്നാലും മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ധൈര്യമൊക്കെ പരിശുദ്ധാത്മാവ് നൽകി. അപ്പൊ അതിനുശേഷം പേരൻസും സത്യം പറഞ്ഞാൽ ഞാൻ അത്ര സീരിയസ് ആയിട്ട് തന്നെ കർത്താവിനെ ഫോളോ ചെയ്യുന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. കാരണം അപ്പൊ ഒരു ദിവസം എങ്ങാണ്ട് അവരെൻ്റെ വീട്ടില് മീൻസ് വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ ഫോൺ ഇങ്ങനെ എന്താ പറയുന്ന, ഞാനൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ സൈലന്റിൽ ഇട്ടേക്കുമായിരുന്നു, അറിഞ്ഞില്ല. അപ്പം അവര് ഹോസ്റ്റലിൽ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ല. അപ്പം അവർക്ക് ഒത്തിരി മീൻസ് എവിടെ പോയി എന്നുള്ള ഇതിലേ അവര് എന്നെ പിന്നെ
പിന്നീട് ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴും അവരും എന്നെ ഒത്തിരി വഴക്ക് പറയും, എവിടെ ആയിരുന്നു, ഇപ്പം മീറ്റിങ്സിനൊക്കെ പോയെന്ന് അവർ അറിയാനിടയായപ്പോഴത്തേക്ക് അവർക്ക് മറ്റേ അല്ലാതെ നമ്മൾ ബൈബിള് വായിക്കുകയോ കർത്താവിനെ പറ്റി പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കൂട്ടായ്മകൾ എന്ന് പറയുമ്പോഴാ അവരുടെ നീ അവരുടെ കൂട്ടത്തിലായി ആയി എന്നുള്ള ഒരു ഇത് വരുമ്പോഴാ ഒത്തിരി അപ്പോഴാണ് അവർക്ക് ഇപ്പൊ ഇവിടെ സീരിയസ് ആയിട്ട് തന്നെ കർത്താവിനെ ഫോളോ ചെയ്യുന്നുള്ളത് മനസ്സിലാവുക. എന്നെ വിളിച്ച് അവിടുത്തെ പ്രിൻസിപ്പൾ, അന്നത്തെ പ്രിൻസിപ്പളിന്റെ അടുത്ത് വിളിച്ചുകൊണ്ട് പോവുകയും പിന്നീട് അപ്പം അവിടെ പോകുമ്പോഴും എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ എന്നെ ബലപ്പെടുത്തി. എന്നിട്ട് ആ ഒരു വാക്യം ഉണ്ടല്ലോ, അതായത് നമ്മൾ ആരുടെ മുമ്പിൽ ചെന്ന് നിന്നാലും ഭയപ്പെടേണ്ട കാര്യമില്ല, ആ സമയത്ത് വേണ്ടുന്ന വാക്യങ്ങൾ, വചനങ്ങൾ കർത്താവ് നമുക്ക് തരും. അതൊക്കെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ അപ്പം ഞാനവിടെ പപ്പ ഉണ്ട്, പിന്നെ പ്രിൻസിപ്പളുണ്ട്, പിന്നെ അങ്ങനെ നമുക്ക് അന്ന് 2 പേര്, ഡീനും പ്രിൻസിപ്പളും 2 പേരാണ്. അപ്പം ഡീന്റെ താഴെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞൊരു മാഡം. അങ്ങനെ അവർ 2 പേരും ഉണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് അവരിങ്ങനെ നിങ്ങളെ ആരാണ് ഇങ്ങനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുകയോ ചെയ്തൊക്കെ ചോദിച്ചു. അപ്പൊ ശരിക്കും അത് പരിശുദ്ധാത്മാവ് നൽകിയ ധൈര്യം. അതായത് ഞാൻ ധൈര്യത്തോടെ, അതായത് എനിക്ക് അങ്ങനെ എന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടല്ല. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ബൈബിള് വായിച്ച് കർത്താവ് ആണ് ദൈവം എന്ന് മനസ്സിലാവുക. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്ത് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിലും അത് കർത്താവ് തന്നിട്ടുള്ളതാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഫോഴ്സ് ചെയ്തൊന്നും അല്ല ഞാൻ ഇത് തിരഞ്ഞെടുത്തെന്നുള്ള രീതിയിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവർ വിട്ടു തന്നെ. അപ്പൊ അതിനുശേഷം ഈ ഒരു എന്താ പറയുന്ന മീറ്റിങ്ങുകൾ അത് കോളേജിന്റെ ഉള്ളിൽ കൂടാനായിട്ട് അവര് അനുവദിച്ചില്ല. അതുവരെ കോളേജിന്റെ ഉള്ളിൽ കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു. അവിടുത്തെ ഒരു ചാപ്പലിൽ തന്നെ കൂടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് നമ്മൾ ഈ ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസിലെ അപ്പോസ്റ്റൽ പ്രവൃത്തികൾ അതിനകത്തൊക്കെ കാണുമല്ലോ, ക്രിസ്ത്യൻസിനെ പലയിടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്നിച്ചിതറി പോകുന്നത്. അതുപോലെ ഞങ്ങളെ എല്ലാവരും ഒരു ദിവസം മീറ്റിങ്ങിൽ ഇരിക്കാതെ തന്നെ വന്ന് അവിടെ ഇങ്ങനെ ഇത് പറ്റത്തില്ല, ഇവിടെ തുടരാൻ പറ്റത്തില്ല എന്നൊക്കെ. എന്നാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുമ്പോൾ ക്രിസ്ത്യാനികളെ അവരെ ഇട്ട് ഉപദ്രവിച്ചപ്പോൾ അവർ പലയിടത്ത് പോയി അവിടെ എല്ലാം സുവിശേഷം അറിയിക്കാനിടയാന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ കോളേജിന്റെ വെളിയിൽ തന്നെ വേറൊരിടത്ത് കൂടാനായിട്ടൊക്കെ ദൈവം സഹായിച്ചു. ഇപ്പം ഞങ്ങൾ പോകുന്നതിനെക്കാട്ടിലും ഒത്തിരി കുട്ടികൾ അവിടെ 4 ഇരട്ടി കുട്ടികൾ അവിടെ കർത്താവിനെ അറിയുകയും ഒരുപാട് പേര് അതിന് ശേഷം കർത്താവിലേക്ക് വരികയും ഒക്കെ ചെയ്തു. അപ്പം കർത്താവിൻ്റെ പ്രവൃത്തികൾ എപ്പോഴും നടക്കും. പിശാച് എന്ത് തടസ്സങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാലും കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് അതൊന്നും പ്രയാസം ഉണ്ടാക്കാനായിട്ട് കഴിയത്തില്ല പിശാചിന്. പിശാച് തോൽപ്പിക്കപ്പെട്ട ഒരു ശത്രുവാണ്. കർത്താവ് പിശാചിനെ തോൽപ്പിച്ചു. അതുകൊണ്ട് ആ ഒരു കാര്യം ഇപ്പം എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഞാൻ അതിങ്ങനെ വീട്ടിലെ ഒരു പിന്നീട് അവരെപ്പോഴും ഒരു ഭയങ്കര ഒരു എൻ്റെ മേലൊരു നോട്ടം ഉണ്ടായിരുന്നു. ഇവളെവിടൊക്കെയാ പോകുന്നത്, ഏത് മീറ്റിങ്ങിന്, അങ്ങനത്തെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് അപ്പം ഇന്റേൺഷിപ്പൊക്കെ ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞു. ഫൈനൽ ഇയറിലാണ് ആക്ച്വലി ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്, പ്രശ്നം ഉണ്ടായത് കോളേജിൽ. അതിന് ശേഷം ഇന്റേൺഷിപ്പ് ഒക്കെ ആയപ്പം എൻ്റെ പേരൻസ് ഇത്രയും പെട്ടെന്ന് ഇന്റേൺഷിപ്പ് കഴിയുന്ന ഉടനെ ഇവരുടെ ജാതകപ്രകാരം ഒരാളെ കല്യാണം കഴിപ്പിച്ചു വിടണം. കാരണം അതിന് കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അവര് പിന്നെ പൊതുവെ എല്ലാവരും അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ അവര് പത്രത്തെ പരസ്യം ചെയ്യാനും ഒക്കെ ഇങ്ങനെ അവർ ഒത്തിരി സീരിയസ് ആയിട്ട് ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ മറ്റേ എൻ്റെ സ്പിരിച്വൽ മദറായിട്ടുള്ള ഡോക്ടർ ബീന മാഡത്തിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ ഒത്തിരി പ്രഷറുണ്ട്, അവരുടെ ഇഷ്ടപ്രകാരമൊക്കെ മാരേജ് ഒക്കെ നടത്താനായിട്ട് ഇരിക്കുക എന്നൊക്കെ. അങ്ങനെ
അപ്പം അപ്പം ബീനാമ്മയുടെ ആണ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ബീനാമ്മയുടെ സന്ദീപേട്ടനെ ഇങ്ങനെ CMF-ലൊക്കെ കണ്ടിട്ടുണ്ട്. സന്ദീപേട്ടന് പരിയാരത്താ പഠിച്ചത് 2000 ബാച്ചിൽ. ഞാനും പുഷ്പയിൽ 2005-ലാണല്ലോ. അപ്പൊ ഞാനങ്ങനെ സന്ദീപേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല. മീൻസ് CMF-നൊക്കെ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ ആനുവൽ കോൺഫറൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കങ്ങനെ അറിയത്തില്ല. സീനിയേഴ്സ് ഒക്കെ ആണല്ലോ വേറെ, എസ്പെഷ്യലി അങ്ങ് ഒത്തിരി വേറെ ഒരു പരിയാരം കണ്ണൂർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് തിരുവല്ലയായിട്ട് അങ്ങ് ഒത്തിരി ഫാർ അവേ ഡിസ്റ്റൻസിൽ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ചത് എവിടെയെങ്കിലും ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിൽ ആരെങ്കിലും കാണുമോ എന്നല്ല. അതുപോലെ നമുക്കാരെയും പരിചയമില്ല. എന്നാ ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ നീയാ എൻ്റെ പിതാവ്, നീ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ആളെ കൊണ്ടുവരണം, എനിക്ക് കണ്ടുപിടിക്കാനും ഒന്നും ആരുമില്ല, നീ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയും. അപ്പം ഡോക്ടർ ബീന ഇങ്ങനെ ഡോക്ടർ സന്ദീപ് ഉണ്ട് ഇപ്പൊ. അപ്പോഴത്തേക്ക് സന്ദീപേട്ടൻ അങ്ങ് വെല്ലൂർ പോയായിരുന്നു. വെല്ലൂർ PG ചെയ്യാനായിട്ട് CMC വെല്ലൂർ പോയായിരുന്നു. അപ്പം ഇങ്ങനെ എൻ്റെ ആ ഒരു വീട്ടിലെ പ്രഷറിന്റെ കാര്യമൊക്കെ പറയുകയും പിന്നെ അപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അതിന് അപ്പം എന്നോടും ബീനമ്മയുടെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട് അപ്പം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാനും അന്നേരം പ്രാർത്ഥിക്കുകയും ദൈവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമാധാനം തന്നായിരുന്നു. എന്നാലും മീൻസ് എനിക്കാണ് എനിക്കൊരു സമാധാനം ആദ്യമേ ഉണ്ടായിരുന്നു. എന്നാൽ സന്ദീപേട്ടന് വേറെ ഇഷ്ടംപോലെ പ്രൊപ്പോസൽസ് ഉണ്ടായിരുന്നു. അപ്പം സന്ദീപേട്ടന് പിന്നീട് ദൈവം തന്നെ ഒരു ഗൈഡൻസ് കൊടുത്തു. ഞാൻ സന്ദീപേട്ടന് ഈ ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ തന്നെയാ നേരത്തെ ആദ്യം അവിടെ തന്നെ സ്നാനം എടുത്തത്, തിരുവനന്തപുരത്ത് വെച്ച്. അപ്പം പിന്നീട് തിരുവല്ലയില് വന്നു. അപ്പം എന്നെ അവിടെ ആ ഒരു തിരുവല്ല CFC-യിൽ തന്നെ മീറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇടയായി. അങ്ങനെ ദൈവം തന്നെ സന്ദീപേട്ടനെ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയും, അങ്ങനെ ശരിക്കും ദൈവത്തിന്റെ വഴികൾ എത്ര അത്ഭുതകരമാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും നിனைക്കുന്നതിനെക്കാട്ടിലും നമ്മളെ ദൈവം ഒരു വഴിയിലോട്ട് നടത്തുവാണെങ്കിൽ അതിന്റെ പ്ലാനും കാര്യങ്ങളും എല്ലാം കർത്താവിന്റെ നമ്മള് നമ്മളതിനെ പറ്റി ഒന്നും വറീഡ് ആവുക വേണ്ട. കർത്താവിന്റെ കരങ്ങളിലെല്ലാം സേഫാണ്. നമ്മുടെ ഭാവി എല്ലാം കർത്താവിന് നമ്മുടെ ഒരു പിതാവാണല്ലോ ദൈവം. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു ഇതിലേക്ക് സമാധാനത്തിലേക്ക് വരികയൊക്കെ ചെയ്തെങ്കിൽ ഈ ഒരു പ്രപ്പോസലിനെ പറ്റി എൻ്റെ വീട്ടിലറിയിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ആക്ച്വലി അതായത് അവര് മെയിനായിട്ട് അവർ പറയുന്നത് ജാതക പ്രകാരം ഇത് ചേരത്തില്ല. അപ്പോഴത്തേക്ക് അവർക്ക് ജാതകം നോക്കാനും ഒക്കെ തുടങ്ങി. എന്നിട്ട് ഇത് എന്താ പറയുന്ന രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ച ഒരാള് ഒന്നെങ്കിലും മരിച്ചു പോകും, അല്ലെങ്കിൽ അന്നെങ്കിലും മരിക്കും, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിപ്പോ എന്നൊക്കെ അവര് ഇങ്ങനെ പിന്നെ അവരുടെ മാനസികമായിട്ടുള്ള രീതിയിലൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്, പേരൻസ് ആണല്ലോ. അപ്പോൾ അവര് ഇങ്ങനെ ഒക്കെ പറയുകയും, അപ്പൊ എൻ്റെ സൈഡിൽ നിന്ന് എൻ്റെ വീട്ടില് ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. അതിന് ശേഷം എന്നെ ആക്ച്വലി ഒരിക്കലും എന്താ പറയുന്ന ഇന്റേൺഷിപ്പിന്റെ ഇടയിൽ തന്നെ എന്നെ വീട്ടിലോട്ട് വിളിപ്പിക്കുകയും എന്നിട്ട് 2 ദിവസത്തോളം അവിടെ ഇതായത് ഇനിയിപ്പോ കർത്താവിനെ ഫോളോ ചെയ്യത്തില്ല, ഈ ഒരു മാർഗത്തിൽ പോകത്തില്ല, അതുപോലെ നീ പറയുന്ന ആളെ എന്തായാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല കല്യാണം കഴിക്കാൻ. അങ്ങനെ ഇനി ഓക്കെ പറഞ്ഞാലേ നിന്നെ ഇന്റേൺഷിപ്പിൽ തിരിച്ചു വിടത്തുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഒത്തിരി പ്രഷറൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. എന്തായാലും എന്നാലും ദൈവം ആ സമയത്തും എൻ്റെ കൂടെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒത്തിരി അടിയും ഒക്കെ കിട്ടുമ്പോൾ പോലും ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ആ കർത്താവ് പോയ വഴിയിലെല്ലാം ആ ഒരു ക്രൂശിന്റെ വഴിയിലാണ് പോയത്. അപ്പം കർത്താവിനും ഒത്തിരി അടിയും ഒരുപാട് പേരുടെ നിന്നയും പരിഹാസവും ഒക്കെ ലഭിച്ചു. അപ്പം ഞാനും ശരിയായിട്ടുള്ള വഴി തന്നെ. അതുകൊണ്ടാണ് എനിക്കും ഈ കാര്യങ്ങളൊക്കെ അതെ ഈ കാര്യത്തിലൂടെ അതെ പേരൻസ് ഉണ്ടായിരുന്നു. രണ്ട് ബ്രദേഴ്സ് അവിടെ ഇല്ലായിരുന്നു ആ സമയത്ത്, പക്ഷെ അവരെ വിളിപ്പിച്ചു. എന്നെ അവിടെ എല്ലാരും കൂടെ ഫാമിലി ആയിട്ട് പറഞ്ഞാലും ഞാൻ മനസ്സ് മാറും. അപ്പം ഇങ്ങനെയൊക്കെ
സംഭവിച്ചു. ഇപ്പം അതിനുശേഷം ഞാൻ പിന്നീട് അവർക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ള. എന്തായാലും അവര് തന്നെ എന്നെ തിരിച്ചു കൊണ്ട് വിട്ടു 2 ദിവസത്തിന് ശേഷം. എന്നാൽ അതിനകത്തൊന്നും എനിക്ക് ആ ഒരു പരിശുദ്ധാത്മ നിറവ് ആ സമയത്തും എല്ലാം എത്ര അടി കിട്ടിയാലും പിന്നെ ആ ഒരു ഞാൻ സത്യം പറഞ്ഞാൽ അതിന് ശേഷം അന്ന് തന്നെ ഒരു CMF മീറ്റിംഗ് അന്ന് വൈകിട്ടുണ്ടായിരുന്നു. അതിന് പോയി അറ്റൻഡ് ചെയ്തു. അതിപ്പോ അവരിങ്ങനെ അതായത് കണ്ണിൽ ഒരു നീല ഒരു പാടൊക്കെ ഉണ്ട്. അപ്പോഴും ചിരിച്ചോണ്ടാണല്ലോ സംസാരിക്കുന്ന സിസ്റ്റർ ടെസ്റ്റിമണി പറയുന്നതെന്ന് എല്ലാവരും. അപ്പം കൂടെയുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും അവര് എന്തെല്ലാം പ്രയാസത്തിൽ കൂടെ പോയാലും നമ്മുടെ ഹൃദയത്തില് കർത്താവിന്റെ ഒരു സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടല്ലോ. അത് അപ്പം അത് മറ്റുള്ളവർക്ക് കാണാനായിട്ട് കഴിയത്തില്ല. അവര് നോക്കുമ്പോൾ നമ്മുടെ പുറമെ നമ്മളെ കാണുന്നു. എന്നാലും നമ്മുടെ ഹൃദയത്തിലെ ആ ഒരു സന്തോഷം ഏത് ഉപദ്രവത്തിനോ പട്ടിണിക്കോ ഒന്നും എടുക്കാൻ കളയത്തില്ലെന്ന് പൗലോസ് പറയുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനത് രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതായത് കർത്താവിനെ നമ്മളുമായിട്ട് ആർക്കും പിരിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ഒരു സത്യം. അപ്പം അതിനുശേഷം പിന്നെ അവിടെ ഇന്റേൺഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ പിന്നെ അവിടെ തന്നെ ഇന്റേൺഷിപ്പിന് ശേഷം ട്യൂട്ടറായിട്ട് ഫാർമക്കോളജിയിൽ അവിടെ പുഷ്പേരി തന്നെ കയറിയപ്പം അപ്പൊ വീണ്ടും പേരൻസിന് അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. വീണ്ടും ഇവിടെ തന്നെ പോകാനാണ്. അതായത് ഇവിടെ ഓൾറെഡി ക്രിസ്ത്യൻ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് തന്നെ ഇവിടെ ഇങ്ങനെ തുടരാനാണെന്ന് മനസ്സിലായി. അപ്പം എൻ്റെ മദർ അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് എത്ര മീൻസ് നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്നും പറഞ്ഞ് എൻ്റെ റൂമിൽ തന്നെ വന്ന്. അപ്പൊ അമ്മമാരുടെ കണ്ണുനീരിലൊക്കെ ആണല്ലോ നമ്മൾ വീണു പോകാൻ സാധ്യത. അപ്പം എന്തായാലും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അപ്പൊ ഞാന് മമ്മിയുടെ കൂടെ പോയതിനു ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അവര് അതിന്റെ ഫോണെല്ലാം മേടിച്ചു വെച്ചു. പിന്നെ തിരിച്ചിങ്ങോട്ട് വിട്ടില്ല. അങ്ങനത്തെ ഒരു പിന്നീട് അവര് തന്നെയാണ് എൻ്റെ സൂട്ട് കേസും എല്ലാം അവിടെ ഹോസ്റ്റലിലായിരുന്നു. അവിടെ നമുക്ക് ലേഡീസ് ഹോസ്റ്റലിൽ തരും അവിടെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നവർ. അവിടുന്ന് അവര് തന്നെ എടുത്തോണ്ട് ചെന്നൈ അങ്ങോട്ട് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അവര്. അപ്പം ശരിക്കും അന്നേരം ഞാനിങ്ങനെ ഒത്തിരി ഒരു നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമ്മൾ ഈ പഴയ നിയമമൊക്കെ വായിക്കുമ്പോഴായാലും പഴയ നിയമമായാലും പുതിയ നിയമമായാലും എല്ലാം ദേവദാസന്മാരുടെ എല്ലാ ജീവിതത്തില് ഇപ്പൊ യോസെഫിന്റെ ജീവിതത്തിലാവട്ടെ, മോശയുടെ ജീവിതത്തില്, അതുപോലെ നമ്മുടെ ദാവീദിന്റെ ജീവിതത്തില് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുന്ന പ്രയാസത്തിന്റെ ഒരു സമയം ദൈവം അനുവദിക്കുമല്ലോ. കർത്താവിനെ കൂടുതൽ അറിയാനായിട്ട്. കാരണം കർത്താവിന് ഒത്തിരി നമ്മളെ പറ്റിയൊക്കെ പ്ലാൻസ് ഉള്ളവര് ദൈവം എന്താ പറയുന്നത് ഒത്തിരി ഈ സ്വർണത്തിനെയൊക്കെ മിനുക്കിയെടുക്കുന്നത് ആ ഒരു ഫയർ തീയിലൂടെയാണെന്ന് പറയുന്ന പോലെ നമ്മളെ ഒന്ന് കർത്താവിനായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നമ്മളുടെ ആ ഒരു സ്വയബലവും പിന്നെ നമ്മളിൽ തന്നെ പ്രശംസിക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനായിട്ട് പല പ്രതികൂലങ്ങളെ കർത്താവ് അനുവദിക്കുന്നതാണ്. പിശാചാണ് അതെല്ലാം ചെയ്യുന്നത്, പക്ഷെ കർത്താവ് അത് അനുവദിക്കുന്നു നമ്മുടെ നന്മയ്ക്കായിട്ട് തന്നെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ജൂൺ 2012 ആ മമ്മി എന്നെ വിളിച്ചോണ്ട് പോയതിനു ശേഷം അടുത്ത ജൂൺ 2013 വരെ എനിക്ക് എവിടെയും വർക്ക് ചെയ്യാനായിട്ട് ഒന്നും സാധിച്ചില്ല. പല വീട്ടിലെ ടോർച്ചറും കാര്യങ്ങളും. നമ്മൾ തന്നെ വേറെ ഒരു ഫെലോഷിപ്പ് ഇല്ല, ഒരു ബൈബിള് വായിക്കാനോ പിന്നെ ഇതുപോലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അങ്ങനത്തെ അതൊക്കെ കേട്ട് നമ്മൾ തന്നെ വല്ലാത്തൊരു ഡിപ്രഷനിലോട്ടൊക്കെ പോകും. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ. നമ്മള് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെലോഷിപ്പ് ഇല്ലാതെ ഇരിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം. ഒന്ന് ബൈബിള്, 2 കൂട്ടായ്മ. ഇത് രണ്ടും ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ പരദേശി മോക്ഷയാത്ര എന്നുള്ളൊരു ബുക്കുണ്ടല്ലോ ജോൺ ബനിയന്റെ. അതിനകത്ത് ഇതൊക്കെ കാണുന്ന പോലത്തെ ഒരു ക്രിസ്ത്യാനിയുടെ ഒരു അതെ ഒരു മരണ നിഴലിന്റെ താഴ്വരെ കൂടെ നടന്ന് പോകുന്ന ഒരു കാര്യം. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു വീട്ടില്.
1 വർഷത്തോളം ഞാൻ അനുഭവിച്ചത്. എന്നാല് കർത്താവ് വിശ്വസ്തനാണ്. ഏത് താഴ്വരയും കർത്താവിന് അതിനകത്തു നിന്നെല്ലാം നമ്മളെ എടുത്തുകൊണ്ട് വരാനായിട്ട് കർത്താവിന് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ അപ്പം ഞാൻ ഡോക്ടറെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അപ്പൊ ഈ ഒരു ഭവനത്തിനകത്ത് ഒരു വർഷം ഇങ്ങനെ ഇത്രയും ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയപ്പം എന്തെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവോ, ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അറിയുവോ ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കൂടുതലും ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അതുപോലെ നമ്മളെ അങ്ങ് പല എസ്പെഷ്യലി ഇതിനകത്തുനിന്നും തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് അവർ നോക്കുന്നതേ. അപ്പൊ നമ്മളെ പല പല ഈ അമ്പലത്തിലെ കുറെ എന്തൊക്കെയോ കഴിപ്പിക്കാൻ നോക്കുകയും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ഓൾമോസ്റ്റ് ലൈക്ക് നമ്മളൊരു ഗുഹയ്ക്കകത്തുനിന്ന് പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ഇതെന്ന് വെച്ചാൽ ദൈവം എന്നെ, അതായത് ഇവര് മെയിനായിട്ട് എനിക്കിപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കൊച്ചുനാളി മുതലേ ഇവരുടെ കുറെ ഐഡൽസിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് അന്നത്തോടു കൂടി ഇല്ലാതായി. അതാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. കാരണം നമ്മൾ അതുപോലെ അനുഭവിച്ചു. ഈ ഒരു പിശാചിന്റെ ആ ഒരു ലോകവും ആ ഇരുട്ടും അതുപോലെ ഇതെല്ലാം ആ ഒരു 33 കോടി എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇത് സാത്താൻ, അവര് ദൈവം എന്ന് വിളിക്കുന്നത് ശരിക്കും സാത്താനാണെന്നുള്ളത് കാര്യം എനിക്ക് 100% ഉറപ്പായി ആ ഒരു വർഷം കൂടെ. അതുകൊണ്ട് അതുവരെ നമുക്ക് ശരിയാ കർത്താവിനെ നമ്മൾ അറിഞ്ഞു, എന്നാലും മൊത്തത്തില് നമ്മളങ്ങ് വിട്ട് വന്നോന്ന് ചോദിച്ചാല് ചിലപ്പോ എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റുകൾ നമുക്ക് പേരൻസുമായിട്ടോ അതുമായിട്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും അതെല്ലാം മൊത്തം ആ ഒരു ഡാർക്ക് സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ദൈവം അത് അനുവദിച്ചതെന്ന്. കാരണം കർത്താവിനെ കംപ്ലീറ്റ് ആയിട്ട് മൊത്തം പറിച്ച് ഇട്ട് അവര് വേരോടെ പിഴുതെറിയാനായിട്ട് ദൈവം അത് അനുവദിച്ചു എന്ന് വേണം. പക്ഷെ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ കണ്ടത് ആ സമയത്ത്. പിന്നീട് എനിക്ക് ദൈവം മെയിനായിട്ട് സംസാരിച്ച അപ്പം ആക്ച്വലി എൻ്റെ ഒരു കൊച്ചൊരു ബൈബിള്, ഗിഡിയൻസിന്റെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ്, എൻ്റെ ചേട്ടൻ അവിടെ നോർത്ത് ഇന്ത്യയിലെ മൂത്ത ബ്രദർ അവിടെ നോർത്ത് ഇന്ത്യ പഠിച്ച സമയത്ത് അവർ ഈ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് ഗിഡിയൻസിന്റെ ബൈബിള് പുള്ളിയുടെ ബാഗിലകത്ത് എങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അത് ഇവിടെ നമ്മുടെ വീട്ടില് ഉണ്ടായിരുന്നു. അപ്പം ആ ബൈബിളിനകത്ത് ഈ ഒരു therefore come out from 2 Corinthians 6 ആ ഒരു 6:18 ആ ഒരു വേഴ്സില് അവരുടെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു വരിക. അപ്പം ഐ വിൽ ബി യുവർ ഫാദർ ആൻഡ് യു വിൽ ബി മൈ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. പുത്രന്മാരും പുത്രിമാരുമായിരിക്കും അവരുടെ മധ്യത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം എനിക്ക് കറക്റ്റായിട്ട് ദൈവം ഇവിടുന്ന് ഇറങ്ങാതെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇതില്ലാതെ ഒരു കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് വേറെ ഒരു വഴിയില്ലെന്നുള്ളത് ആ ഒരു വചനം ആണ് എന്നെ അവിടുന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്നുള്ള കാര്യത്തിൽ ധൈര്യപ്പെടുത്തിയത്. അപ്പം പിന്നെ ആക്ച്വലി പിന്നീട് ഞാൻ പിന്നീട് ഈ ജൂൺ അതിനുശേഷം 2013 ശേഷം ഒരു അടുത്തൊരു ESI ഹോസ്പിറ്റൽ, കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഒരു പഠിപ്പിച്ച ഒരു കൊച്ച് നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന അവര് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച അവസാനം അവർക്കും പ്രയോജനമില്ല ഞങ്ങൾക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ ഒരു ഡോക്ടറാകാൻ വിട്ട അവരുടെ ഒരു കടുംപിടുത്തം കാരണം ഇങ്ങനെ ആയി. അവസാനം അവര് വിചാരിച്ചു ഇനിയിപ്പോ ഇതിനെ കല്യാണം കഴിക്കാൻ ആര് വരും വിചാരിച്ചു എങ്ങനെയാലും ഒരു ജോലിക്കെങ്കിലും പറഞ്ഞിടാൻ. അങ്ങനെ അടുത്തുള്ള ഒരു ESI ഹോസ്പിറ്റലില് ഞാൻ കയറി. ശേഷം അവിടെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയെങ്കിലും എനിക്ക് കാരണം കർത്താവിന്റെ ആ ഒരു ഹിതം എന്താണത് ചെയ്യാതെ എനിക്ക് എന്റെ മനസ്സിനൊരു സമാധാനം ഇല്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ എനിക്ക് എന്നാ ആരെ വിളിക്കണം, എങ്ങനെ വിളിക്കണം, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ എന്റെ കയ്യിലൊരു കൊച്ചു ഫോണ് പേരൻസിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മാത്രം തന്നിട്ടുണ്ടായിരുന്നു അവര്. അപ്പം ഇതിനകത്ത് എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിന്റെ നമ്പർ കാണാതെ എനിക്ക് അറിയായിരുന്നു, കൃപ എന്ന് പറഞ്ഞ. അപ്പൊ ആ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. ദൈവം തന്നെ അതിനുള്ള ധൈര്യം തന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വിളിച്ചു. ഓഗസ്റ്റിലായിരുന്നു, ജൂൺ ജൂലൈ ഓഗസ്റ്റിലായിരുന്നു, 3 മാസത്തിന് ശേഷം ഞാൻ വിളിച്ചു.
പുള്ളിക്കാരിയോട് ചോദിച്ചു, വെളി നടക്കുന്നതൊന്നും എനിക്ക് അറിയത്തില്ല, സന്ധ്യയുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു. എന്തുവാ സംഭവിച്ചത് ഇത്രയും വർഷം, ഒരു വർഷത്തോളം കഴിഞ്ഞല്ലോ. അപ്പം പുള്ളിക്കാരി അയ്യോ നിനക്ക് വേണ്ടി കാത്തിരിക്കുക, നീ എത്രയും പെട്ടെന്ന് വിളിക്കണം സന്ധ്യവേട്ടനെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് സന്ധ്യവേട്ടന്റെ നമ്പർ എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അത് ഈ മോളെ വിളിച്ചത്. കാരണം അവളെ ഒരു ബിലീവറായിട്ടുള്ള ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരി ആദ്യം വിളിച്ച് എന്താ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ സന്ധ്യവേട്ടനെ വിളിച്ച് സന്ധ്യവേട്ടനെ അപ്പം സംസാരിക്കുകയും സന്ധ്യവേട്ടൻ എന്റെ സൗണ്ടൊക്കെ കേട്ടങ്ങ് ആകപ്പാട് പേടിച്ചു. ആദ്യം വളരെ ബോൾഡായിട്ടിരുന്ന ഒരു കുട്ടി ഒരു വർഷം ആകപ്പാടെ അങ്ങ് പേടിച്ചു വരേണ്ട ഒരു മാതിരി. അപ്പം പിന്നീട് സന്ധ്യവേട്ടനും മനസ്സിലായ നമ്മൾ ആ നേരെ വഴി കൂടെ ഒക്കെ പോയാല് എന്റെ വീട്ടിൽ എന്തായാലും ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. അങ്ങനെ പിന്നെ രജിസ്ട്രാർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അവിടെ ആക്ച്വലി എന്റെ വീടിന്റെ അടുത്തും ഒരു നോട്ടീസ് ഇട്ടു, സന്ധ്യവേട്ടനെ ഇവിടെ നോട്ടീസ് ഇടുകയൊക്കെ. അപ്പം ശരിക്കും അത് ദൈവം തന്നെ പേരൻസിന്റെ കണ്ണുകളെ അപ്പം ഇവരുടാക്കി വെച്ചു ആ സമയത്ത്. അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു മാസത്തോളം നോട്ടീസ് അവിടെ കിടക്കുമല്ലോ. ശേഷം അങ്ങനെ പക്ഷെ ഒരു പ്രശ്നമൊന്നുമില്ലാതെ ദൈവം സഹായിച്ചു. പിന്നെ ഒക്ടോബർ 8, 2013 അന്നാണ് ഞാൻ നമ്മളെ ശരിക്കും പറഞ്ഞ ഈ മോശയൊക്കെ ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നത് പോലത്തെ ഒരു ഇറങ്ങി വന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് ഓർമ്മയുണ്ട്. സർട്ടിഫിക്കറ്റ് മാത്രമായിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. എങ്ങനെ ഇറങ്ങാൻ പറ്റി? വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങാൻ പറ്റി? ഈ ജോലിക്ക് പോകുന്ന പോലെ ഇറങ്ങിയോ? ജോലിക്ക് പോകുന്ന പോലെ തന്നെ. അതെ. ഡ്രസ്സ് ഒന്നും എടുക്കാൻ പറ്റി കാണത്തില്ലല്ലോ? ഇല്ല. അവരെ അറിയിക്കരുതല്ലോ, അവരെ സമ്മതിക്കത്തില്ല ഒരിക്കലും. അപ്പം അങ്ങനെ ഇറങ്ങുകയും പിന്നെ നേരെ അപ്പം സന്ധ്യവേട്ടൻ അവിടെ ഒരിടത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം അങ്ങനെ മാരേജൊക്കെ നടക്കാൻ പിന്നെ ചർച്ചിലെ എൽഡേഴ്സും ഒക്കെ എൽഡർ ബ്രദേഴ്സൊക്കെ വന്നു സന്ധ്യവേട്ടനെ വീട്ടിൽ തന്നെ വെച്ച് ചെറിയൊരു ഫംഗ്ഷനായിട്ട് മാരേജ് ഒക്കെ നടത്തുകയും അങ്ങനെ പിന്നീട് ബ്രദർ തന്നെ പറഞ്ഞു, പപ്പയും വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ അവര് ഇത്ര നേരമായിട്ട് ആ സമയത്ത് ഇതെല്ലാം ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 1:30 ഒക്കെ ആയി. അപ്പൊ 2 മണിക്കായിരുന്നു വീട്ടിലെത്തും. പപ്പായി വിളിച്ച് പറഞ്ഞു. അപ്പം അവർക്ക് ഒത്തിരി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതൊക്കെ ആയിരുന്നു. അവർക്ക് അങ്ങ് പേടിയായിരുന്നു. ഡോക്ടറിന്റെ ഈ പേരൻസ് ഒക്കെ ഛത്തീസ്ഗഡിൽ തന്നെയായിരുന്നോ അതോ? അല്ല, അവരിഞ്ഞു എല്ലാരും കേരളത്തിലുണ്ടായിരുന്നു. മീൻസ് അതെ ബ്രദേഴ്സ് പലയിടത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും ഈ നൂറിനാട് ആ സ്ഥലത്ത്. അതെ, അങ്ങനെയൊക്കെ ഇരുന്നു. അങ്ങനെ അവര് പിന്നീട് മീൻസ് അവർക്കൊരു പേടിയായിരുന്നു, ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ. അവരൊന്നും അന്വേഷിക്കത്തുമില്ല. പിന്നെ അവർക്കെല്ലാം അങ്ങനത്തെ ഒരു ഇതാണല്ലോ, ഇതെല്ലാം അങ്ങ് നെഗറ്റീവായിട്ട് അങ്ങ് ചിന്തിക്കും. ഇതൊരു പ്രപ്പോസലിനെ പറ്റി അവർ പോസിറ്റീവായിട്ടൊന്നും അവര് ചിന്തിക്കത്തില്ല. നമ്മള് വിശ്വാസ കണ്ണാൽ കാണുന്ന കാര്യങ്ങളൊന്നും അവർക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അവരെല്ലാം അപ്പം ഇത് പിന്നീട് ഞങ്ങള് സന്ധ്യവേട്ടനും വെല്ലൂരില് MD ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങള് അങ്ങോട്ടങ്ങ് വെല്ലൂരേക്ക് അങ്ങ് പോയി. അങ്ങനെ പിന്നീട് എപ്പോഴും ഇടയ്ക്ക് ഫോണൊക്കെ വിളിക്കുമെങ്കിൽ ഒത്തിരി വഴക്ക് പറയുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായ ഒരു 1.5 വയസ്സിന് ശേഷമാണ് ഞങ്ങൾ ഒരിക്കലും നാട്ടിൽ വന്നപ്പം പപ്പ ഞങ്ങളെ വിളിക്കുകയും അതുപോലെ വീട്ടിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയും. അപ്പൊ അതുവരെ കുഞ്ഞുങ്ങളുടെ ആ ഒരു തുടക്ക അവസ്ഥയിലോ ഒന്നും അവര് ജനിച്ചതിന് ശേഷം ഒന്നും അങ്ങനെ ശരിക്കും സഭയിലെ സിസ്റ്റേഴ്സ് അവിടെ അന്ന് വലിയവരായിരുന്നപ്പോ അവിടുത്തെ സിസ്റ്റേഴ്സും അവരൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും. ശരിക്കും ദൈവം എല്ലായിടത്തും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ സഭയിലെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാം അവിടെയൊക്കെ ഒത്തിരി സ്നേഹം കിട്ടുകയും പിന്നീട് കുഞ്ഞുങ്ങൾക്ക് 1.5 വയസ്സായതിനു ശേഷം നാട്ടിൽ വരുകയും ഇങ്ങനെ അതിനുശേഷം അവർ കുറച്ചായിട്ട് മേലോട്ടാണ് ആകാൻ തുടങ്ങുകയും അവരും കുറച്ച് വീക്കാവാനും ഒക്കെ തുടങ്ങുകയും. ഇങ്ങനെ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒക്കെ പക്വതൊക്കെ കുറച്ചും കൂടെ പണ്ടത്തെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പം നല്ല ഒരു ഫെലോഷിപ്പ് ഉണ്ട് ഞങ്ങൾക്ക് അവരുമായിട്ട്.
ആദ്യം പണ്ടൊക്കെ ഇപ്പൊ വിളിച്ചാലും ഇങ്ങനെ വഴക്ക് പറയുന്നൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇപ്പം ഒത്തിരി റെസ്പെക്റ്റോടെയാ സംസാരിക്കുന്ന, കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും എനിക്ക് പിന്നെ ഹെൽത്ത് സർവീസിൽ കിട്ടുകയും ഒക്കെ ചെയ്യുകയും പിന്നെ സന്ധ്യവേട്ടനെ ഇവിടെ പേഷ്യൻസിനെയൊക്കെ നോക്കാനും ഒക്കെ തുടങ്ങി. വീട്ടിൽ തന്നെ പിന്നീട് ഇവിടെ ഒരു പുതിയ വീടൊക്കെ വെക്കുകയൊക്കെ ചെയ്തപ്പം അവരെയും അതിന്റെ ഹൗസ് ഡെഡിക്കേഷനൊക്കെ വിളിക്കുകയൊക്കെ ചെയ്ത് അവരെല്ലാരും വന്നു. അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ പല പല അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടവരും ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവര് ഒരിക്കല് പപ്പ ഇങ്ങനെ ഏതാണ്ട് ഇങ്ങനെ ഏതോ ഒരു കാര്യത്തിന് ആ സമയം അവര് ചെയ്യുന്നത് സമയം നോക്കിയാണല്ലോ എവിടെ പോണം എവിടെ പോണം. അപ്പൊ എന്നോട് പറഞ്ഞ നിങ്ങൾക്ക് ഇതൊന്നും ബാധിക്കത്തില്ലല്ലോ, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. അങ്ങനെ മീൻസ് അവർക്ക് ഇപ്പൊ അറിയാം നമ്മളൊന്നും ഇങ്ങനെ സമയം നോക്കുകയോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ ജീവിതത്തില് ഭർത്താവിന് ഞങ്ങള് ആദ്യത്തെ സ്ഥാനം കൊടുത്തോണ്ട് ഞങ്ങൾക്ക് നന്മ മാത്രമേ വന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് കർത്താവ് ഒരു തിന്മയും ചെയ്തിട്ടില്ല. എല്ലാം കുഞ്ഞുങ്ങളെ ഒക്കെ ഇത്രയും വളർത്താനും അതുപോലെ ഓരോ സിറ്റുവേഷനും ഞങ്ങള് ഫേസ് ചെയ്യുന്നത് എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ ആണെങ്കിൽ പോലും അവിടെ എല്ലാം കർത്താവിന്റെ സാന്നിധ്യവും ഉണ്ട്. അതുപോലെ സന്തോഷത്തോടെയൊക്കെ ഫേസ് ചെയ്യുന്നതൊക്കെ കണ്ടവരും കർത്താവിനെ അറിയുന്നുണ്ട്. അങ്ങനെ എങ്ങനെ പോകുന്നു. ഇനി അവരും കർത്താവിലേക്ക് വരണം, എല്ലാവരും പ്രാർത്ഥിക്കണം കർത്താവിനെ അറിയാനായിട്ട്. അതാണ് എൻ്റെ അടുത്ത ഒരു റിക്വസ്റ്റ് ആയിട്ട്. എൻ്റെ 2 ബ്രദേഴ്സും പേരൻസും സന്ദീപേട്ടന്റെ 2 സിസ്റ്റേഴ്സ്, എൽഡർ സിസ്റ്റേഴ്സും പേരൻസും അവരെല്ലാരും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങളുടെ ജീവിതത്തിലൂടെ. എന്നാ അവരും ഈ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അതിന് പ്രാർത്ഥന ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടറെ, കർത്താവിന്റെ നാമനിമിത്തം അപ്പനെയും അമ്മയും ഭാര്യയും ഒക്കെ നാം സ്നേഹിക്കുന്നതൊക്കെ യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം നാം ഉപേക്ഷിച്ചാൽ കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് അതെല്ലാം 100 ഇരട്ടിയായി തീരും എന്നുള്ള ദൈവത്തിന്റെ വചനം. കർത്താവിനെ കൂടുതലായി സ്നേഹിപ്പാനും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ദൈവകൃപയും മനസാന്നിധ്യവും എല്ലാം കർത്താവ് തന്നു, ധൈര്യം തന്നു, എല്ലാം തന്ന് കർത്താവ് നല്ലൊരു കുടുംബ ജീവിതവും കർത്താവ് തന്നു. അതെ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും നമ്മൾ എന്തോ ചെയ്യത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തിന്റെ വചനം പ്രിയ ഡോക്ടറെ ജീവിതത്തില് കർത്താവ് ഉയർത്തിച്ചു തന്നു. ഓക്കെ, ഇനിയും കർത്താവ് എന്തോ ചെയ്യും, ബാക്കി പേരൻസിനെയും ദൈവസന്നിധിയെ കടന്നു വരാനുള്ളവരെയൊക്കെ കർത്താവ് എന്തോ ചെയ്യും, നമ്മുടെ കർത്താവിലേക്ക് കൂട്ടി വരുത്തും. ഓക്കെ, നമുക്ക് പ്രത്യാശിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഡോക്ടറെ, ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതില് ഒത്തിരി സന്തോഷമുണ്ട്, അനുഭവം ഷെയർ ചെയ്തതില്. ഓക്കെ, ഡോക്ടർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹം നിറഞ്ഞ സർവ്വസപിതാവേ കർത്താവേ, ജോയ്സ് ടിവിയിലെ കർത്താവേ, കർത്താവെ അങ്ങയുടെ മഹത്വത്തിനായിട്ട് കർത്താവെ സാക്ഷ്യം പറയാനായിട്ട് തന്ന അവസരത്തിനായിട്ട് ഓർത്ത് കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അനേകരിലേക്ക് കർത്താവെ ഇരുട്ടിലായിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന, രോഗാവസ്ഥയിലായിരിക്കുന്ന കർത്താവെ, മനസ്സ് തകർന്നിരിക്കുന്ന കർത്താവെ അനേകര് കർത്താവെ ഉണ്ടല്ലോ കർത്താവെ. ഇവർക്കെല്ലാം കർത്താവെ ഈ സാക്ഷ്യം കർത്താവെ ഒരു വിടുതലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നെ ഇത്രത്തോളം കർത്താവെ കൊണ്ടുവന്ന കർത്താവ് അവരെയും കർത്താവെ നടത്താൻ വിശ്വസ്തനാണെന്ന് കർത്താവെ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ കരം പിടിച്ച് കർത്താവെ അങ്ങയുടെ വചനം വായിച്ച് കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തില് കർത്താവെ കർത്താവെ അങ്ങയെ സ്തുതിച്ച് കർത്താവെ സ്തോത്രം ചെയ്ത് കർത്താവെ മുമ്പോട്ട് നോക്കുവാനും മുമ്പോട്ട് കർത്താവെ കാര്യങ്ങളെ കാണുവാനും കർത്താവെ ഭാവിയിലേക്ക് കർത്താവെ ഭയത്തോടെ അല്ല കർത്താവെ വിശ്വാസത്തോടെ കർത്താവെ കാര്യങ്ങൾ കാണുവാനും കർത്താവെ ഈ കർത്താവെ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ മേഡത്തിനെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ അങ്ങ് സഹായിച്ചാട്ടെ. അങ്ങ് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം കർത്താവെ ഭംഗിയായിട്ട് ചെയ്യാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചാട്ടെ. ഞങ്ങളെ കർത്താവെ എല്ലാവരും കർത്താവ് എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ കർത്താവെ നിറവാൽ കർത്താവെ ആയിരിക്കാനും കർത്താവെ എപ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കാനും കർത്താവെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരുടെയെങ്കിലും കർത്താവെ ബന്ധുക്കളോ കർത്താവര് അങ്ങയിലേക്ക് വരുവാനുണ്ടെങ്കിൽ കർത്താവെ അവരെ എല്ലാം കർത്താവെ അങ്ങ് കർത്താവ് തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ
അതുപോലെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ എപ്പോഴും സന്തോഷിച്ചുകൊള്ളുവാൻ കർത്താവെ, കർത്താവെ ഈ ടി വിയിൽ കാണുന്ന കർത്താവെ അനേകരെയും കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആശ്വസിപ്പിക്കണമേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.